നമ്മൾ ഇത് വി ഡ്രാഗ് എന്ന് പറഞ്ഞിട്ട് ഒരു വർക്കൗട്ട് പഠിച്ച് അത് യൂസ്ഫുൾ വർക്കൗട്ടാണ്. അതിൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് പഠിച്ചെടുത്താൽ സുഖമായിട്ട് പഠിച്ചെടുക്കുക. അത് കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ മേലെ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇത് വി ഡ്രാഗ് തന്നെ നമ്മൾ ലെഗ് മാറി ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ ബോൾ വെച്ച പോലെ തന്നെ ബോൾ വെക്കുക. ഇപ്പോൾ കോണിൻ്റെ നേരെ നിൽക്കുന്ന നിങ്ങൾ ബോൾ ലെഫ്റ്റ് സൈഡാണുള്ളത്. നമ്മൾ ഇന്നലെ വലിച്ചത് ഈ കാലമുണ്ടാണ്. ഇന്ന് എടുക്കാൻ പോകുന്നത് ഈ കാലമുണ്ട്. ഈ കാലിൽ വലിച്ചിട്ട് ഓപ്പോസിറ്റ് കാലിൽ പുറത്തേക്ക് തട്ടുക. അതേ കാലിൽ റിസീവ് ചെയ്യുക. ഓപ്പോസിറ്റ് കാലിൽ പുറത്ത് തട്ടുക. അതേ കാലിൽ റിസീവ് ചെയ്യുക, പുറത്ത് തട്ടുക. അതേ കാലിൽ റിസീവ് ചെയ്യുക, പുറത്ത് തട്ടുക. അതേ കാലിൽ റിസീവ് ചെയ്യുക, പുറത്ത് തട്ടുക. ഇത് തന്നെ ജസ്റ്റ് സിമ്പിളാത്. നമ്മൾ ചെറിയ ജമ്പിൽ ചെയ്യുക. ആദ്യം ചെയ്ത് പഠിക്കുമ്പോൾ ജമ്പൊന്നും വേണ്ട. ജസ്റ്റ് ഓപ്പോസിറ്റ് ഏത് സൈഡാണോ ബോളിൽ ആ കാലിൽ നമ്മൾ മാറിപ്പോറ്. ഇന്നലെ ചെയ്ത് വ്യത്യാസമുണ്ട്. അപ്പോൾ മാറിപ്പോറ് സെയിം കാലെടുക്കുക, ഓപ്പോസിറ്റ് കാലിൽ പുറത്തടിക്കുക, അതേ കാലെടുക്കുക, വലിക്കുക, ഓപ്പോസിറ്റ് കാലിൽ പുറത്തടിക്കുക, അടിക്കുന്ന കാലുകൊണ്ട് തന്നെ എടുക്കുക, വലിക്കുക, ഓപ്പോസിറ്റ് കാലിൽ പുറത്തടിക്കുക, അടിക്കുന്ന കാലുകൊണ്ട് തന്നെ എടുക്കുക. മനസ്സിലായാലോ? അപ്പോൾ അത് മെല്ലെ സ്പീഡാക്കിയിട്ട് എടുക്കുന്നത് പുറത്തടിക്കുന്നു. അടിച്ച ഉടനെ ആ കാലെടുത്ത് മേലെ വെക്കുക. അടിച്ച് പുറത്തടിക്കുന്നു. ചെറിയ ജമ്പ് ചെയ്തിട്ട് അങ്ങനെ സ്പീഡിൽ ചെയ്ത് പഠിക്കുക. അങ്ങനെ സ്പീഡാക്കി നമ്മൾ കൊണ്ടുവരിക. അടിച്ച് സ്പീഡാക്കി പഠിക്കുക. ഇത് നിങ്ങൾ സ്പീഡാക്കി കഴിഞ്ഞാൽ ഇന്നലെ പഠിച്ച ഡ്രില്ലും ഇന്നലെ പഠിച്ച ഈ വർക്കൗട്ടും രണ്ടും ഡെയിലി ഒരു 2 ടൈംസ് വെച്ച് 4 ടൈംസ് മൊത്തം ചെയ്യുക. അത് 2 പ്രാവശ്യം, ഇത് 2 പ്രാവശ്യം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഞാൻ ഇന്നലത്തെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. ഇന്നലത്തെ പഠിച്ചാൽ ഇത് പഠിക്കാൻ ഈസിയാണ്. അപ്പോൾ ഇത് പഠിച്ചിട്ട് ഇത് നമ്മൾ രണ്ടും പഠിക്ക്. നമുക്ക് മൂന്നാമത്തെ ഇതിൻ്റെ പാർട്ട് 3 നമുക്ക് നാളെ ഒരു പുതിയ ഡ്രില്ലായിട്ട് കാണാം. ഇതെല്ലാം നിങ്ങൾ പഠിച്ച് തറവായിട്ട് വരുന്നതോറും നിങ്ങളെ കളി എന്തായാലും വേറെ ലെവലാവും. ഇത് പഠിക്കാൻ തന്നെ ഡെയിലി ഞാൻ എടുക്കുന്നത് ഓരോ ദിവസം പഠിക്കും.